സ്വന്തം നാട്ടിൽ നിന്നും യാത്രയാകേണ്ടി വന്ന ഒരു ചരിത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട്. ഇറാഖിൽ നിന്നും ഇറാഖിലെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പിൻ്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വന്നു. സിറിയയിലേക്കാണ് യാത്ര ചെയ്തത്. ശേഷം സിറിയയിൽ നിന്നും മക്കയിലേക്കുള്ള യാത്ര, മകൻ ഇസ്മായിലിനെയും ഹാജിറിനെയും മക്കയിലാക്കുന്നതിന് വേണ്ടി സിറിയയിൽ നിന്നും മക്കയിലേക്ക് യാത്രയായി. വീണ്ടും സിറിയയിലേക്ക് മടങ്ങിപ്പോയി. ഒരു ഭാര്യയും മകനുമുള്ളത് സിറിയയിലാണ്. സാറയും ഇസ്ഹാഖും സിറിയയിൽ, ഹാജിറും ഇസ്മായിലും മക്കയിൽ. വളരെ പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ, വളരെ ദീർഘമായ ദൂരങ്ങളിൽ താമസിക്കുന്ന രണ്ട് കുടുംബം. ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു കുടുംബ പശ്ചാത്തലം. മക്കയിൽ നിന്നും സിറിയയിലേക്കുള്ള യാത്ര, സിറിയയിൽ നിന്നും മക്കയിലേക്കുള്ള യാത്ര. പല സന്ദർഭങ്ങളിലായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലെത്തി. ഒരു പ്രാവശ്യം വന്നത് കണ്ട ഒരു സ്വപ്നം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അഥവാ മകനെ ബലിയർപ്പിക്കണമെന്നുള്ള കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലെത്തിയത്. ആ കൽപ്പന നിർവഹിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മറ്റൊരു നിലയിലേക്ക് ആ വിധി നിർവഹിക്കപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ കൽപ്പന നിർവഹിക്കപ്പെടുകയായിരുന്നു. ശേഷം വീണ്ടും മക്കയിലേക്ക് മടങ്ങിയെത്തിയത് വിശുദ്ധ കഅബാലയത്തിൻ്റെ പണിക്ക് വേണ്ടി. കഅബാലയത്തിൻ്റെ പണി ഉപ്പയും മകനും കൂടെ പൂർത്തീകരിച്ചു. ഇങ്ങനെ സുദീർഘമായ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, നമ്രൂദിൻ്റെ ഭരണ കാലഘട്ടത്തിലുണ്ടായ അതിശക്തമായ എതിർപ്പ്, ദഅവത്തിനെതിരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിനെതിരെ ഉണ്ടായ എതിർപ്പ്. ആ എതിർപ്പ് അവസാനം ഒരു അഗ്നി പരീക്ഷണമായി മാറുകയായിരുന്നു ഇബ്രാഹിം നബിക്ക്. അതിശക്തമായ തീയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തെറിയപ്പെട്ട സംഭവം. ഇതെല്ലാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്. ഒരുപാട് പരീക്ഷണങ്ങളുടെ ഒരു നീണ്ട നിരയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം തന്നെ. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് ലോകത്തിൻ്റെ നിയന്ത്രണം. അള്ളാഹുവിൻ്റെ നിയന്ത്രണം വിട്ട് ലോകത്തൊന്നും പ്രവർത്തിക്കുന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ. അവിടെയെല്ലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരുറച്ച മനസ്സോടുകൂടി, തകരാത്ത മനസ്സോടുകൂടി, ദൃഢമായ നിശ്ചയത്തോടുകൂടി എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ടു എന്നുള്ളതാണ് ആ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അനുസ്മരിക്കപ്പെടുന്നത്. ഇന്നും നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞിട്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അനുസ്മരിക്കപ്പെടുന്നത് ആ പരീക്ഷണങ്ങളെയെല്ലാം ശരിയായ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് അതിജീവിച്ച ആ ചരിത്ര പാഠങ്ങൾ ആവർത്തിച്ച് പറയാനും കേൾക്കാനും അതിൽ നിന്നും ഇന്നും ജീവിക്കുന്ന മനുഷ്യർക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ ഇന്ന് വായിക്കുന്നത്. വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു ചോദ്യമുണ്ട്. റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. എങ്ങനെയാണ് അള്ളാഹുവെ നീ പുനർജീവിപ്പിക്കുന്നത് മരിച്ചുപോയ മനുഷ്യനെ?
അല്ലാഹു തആല ചോദിക്കുകയാണ്, അവലം തുഅ്മിൻ ഇബ്രാഹിം, നിനക്ക് വിശ്വാസമായില്ലേ? വലാകിൻ ലിയത്മഇന്ന ഖൽബി, അല്ലാഹുവേ എൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാകണം. എൻ്റെ മനസ്സിന് അല്ലാഹുവിൻ്റെ വിധികളും തീരുമാനങ്ങളും സർവാത്മന അംഗീകരിക്കാനുള്ള ഒരു പാകത എത്തണം. അതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ഉദ്ദേശം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമ്മൾ ഉടനീളം കാണുന്നത് മനസ്സിൻ്റെ ഈ പാകതയാണ്. ഏത് കൽപ്പനകളെയും ഏത് പരീക്ഷണങ്ങളെയും കടുത്ത വിശ്വാസം കൊണ്ട് നേരിടാനുള്ള മാനസികമായ പാകത അത് നേടിയെടുത്തൊരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു തആല പറയുന്നുണ്ട്, ഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അല്ലാഹു ആണ് ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും മേൽ സർവാധിപത്യമുള്ളവൻ. അല്ലാഹുവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് സകലതുമുള്ളത്. ഹുവൽ ഖാഹിറു ഫൗക ഇബാദി വഹുവൽ ഹകീമുൽ ഖബീർ. അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, അല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് ലോകത്തിലുള്ള എല്ലാമെങ്കിലും അല്ലാഹു തആലയുടെ ചില ഹിക്മത്തിൻ്റെ പേരിൽ, അല്ലാഹുവിൻ്റെ മറ്റാർക്കും അറിയാത്ത സൂക്ഷ്മമായ അറിവിൻ്റെ പേരിൽ ലോകത്ത് പല കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതാണ്, വഹുവൽ ഹകീമുൽ ഖബീർ. എന്തിനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്നും ഷാമിലേക്ക് പോയത്? ഇറാഖിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം എന്തേ അള്ളാഹുവിന് ഒരുക്കി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല, അള്ളാഹുവിന് കഴിയും. ഖലീലായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറാഖിൽ തന്നെ താമസിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ വഹുവൽ ഹകീമുൽ ഖബീർ, അള്ളാഹുവിൻ്റെ കയ്യിൽ ചില ഹിക്മത്തുകളുണ്ട്, ചില സൂക്ഷ്മമായ അറിവുകളുണ്ട്. ആ സൂക്ഷ്മമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഓരോ മനുഷ്യൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും കാര്യത്തിൽ അള്ളാഹു തീരുമാനങ്ങൾ എടുക്കുന്നത്. ഷാമിലേക്കെത്തിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമാധാനപൂർവ്വം ഷാമിൽ താമസിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല. ഷാമിൽ നിന്നും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിദൂരമായ ദേശങ്ങൾ താണ്ടി മക്കയിലെത്തുകയാണ്. ഒരു ഭാര്യയും മകനെയും അവിടെ താമസിപ്പിച്ച് മടങ്ങിപ്പോവുകയാണ്. വഹുവൽ ഹകീമുൽ ഖബീർ, അല്ലാഹു തആലയുടെ ഹിക്മത്താണ്, അള്ളാഹുവിൻ്റെ അറിവാണ്, അതിസൂക്ഷ്മമായ അറിവാണ്. അള്ളാഹുവിന് കഴിയാത്തതല്ല. പക്ഷേ ആ കഴിവിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ കൃത്യമായ ഹിക്മത്തിലൂടെ പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കാനുണ്ട്. അതുകൊണ്ട് വീണ്ടും മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സിറിയയിൽ നിന്നും മടങ്ങി വരുന്നു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ വേണ്ടി ഊരിയ വാളുമായിട്ടാണ് മടങ്ങി വരുന്നത്. വഹുവൽ ഹകീമുൽ ഖബീർ, അല്ലാഹു തആല ഹകീമും ഖബീറുമാണ്. അള്ളാഹുവിന് ഇതൊന്നും ചെയ്യാതെ തന്നെ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഈ ലോകത്ത് ജീവിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. വഹുവൽ ഹകീമുൽ ഖബീർ. വീണ്ടും ഇബ്രാഹിം അലൈഹി സ്വലാം മടങ്ങിപ്പോയിട്ട് കഅബാലയം പണിയാൻ വേണ്ടി തിരിച്ചു വരുന്നുണ്ട്. ഇസ്മായിലിനെയും ചേർത്ത് കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചു. തീയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തെറിയപ്പെടുന്നുണ്ട്. ആ തീയിൽ അകപ്പെടാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംരക്ഷിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ ആ തീയുടെ ഉള്ളിൽ നിന്നും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശരീരത്തിൽ ഒരു പോറലുമേൽക്കാതെ ഒരു മുറിയുമേൽക്കാതെ തിരിച്ചു വരുന്നത് ലോകം കണ്ടതാണ്. വഹുവൽ ഹകീമുൽ ഖബീർ, അല്ലാഹു തആലയ്ക്ക് കഴിയാത്ത കാര്യങ്ങളല്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹു ലോകത്ത് നടക്കാൻ തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ട്. ആ ഹിക്മത്തിൻ്റെയും ആ അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ കാര്യത്തിൽ അള്ളാഹു തആലയ്ക്ക് ഇങ്ങനെ ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നടപടികളിലൂടെ ലോകത്തിന് അള്ളാഹു തആല മഹത്തായ പാഠങ്ങൾ പഠിപ്പിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ലോകത്തിന് പഠിപ്പിച്ച പാഠം അത് തന്നെയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുയായികളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ ആ അനുചരനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൈഫ അസ്ബഹത യാ ഹാരിസ, എങ്ങനെയുണ്ട് ഹാരിസ വിശേഷം? ഇന്നത്തെ പ്രഭാതത്തിൻ്റെ പ്രത്യേക വാർത്തകൾ എന്തൊക്കെയാണ്?
സാധാരണ നമ്മളൊക്കെ ചോദിക്കുന്ന പോലെ എന്തൊക്കെയാണ് വർത്തമാനം ഇത് ചോദിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട അനുചരനോട് ചോദിച്ചു, കൈഫ അസ്ബഹത യാ ഹാരിസ, എന്തുണ്ട് ഹാരിസ വിശേഷം? അപ്പോൾ ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്, ഞാനൊരു യഥാർത്ഥ സത്യവിശ്വാസിയാണ് അല്ലാഹുവിൻ്റെ റസൂലേ. അതാണ് പറഞ്ഞ മറുപടി. അസ്ബഹ്തു മുഅ്മിനൻ ഹഖ, ഞാനൊരു യഥാർത്ഥ സത്യവിശ്വാസിയാണെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹാരിസ, നീ പറഞ്ഞ വാക്കിൻ്റെ ആശയം എന്താ? എല്ലാ വാക്കിനും അതിൻ്റെതായ ഒരു ആശയമുണ്ടല്ലോ. നീ ഇപ്പോൾ പറഞ്ഞ ആ വാക്കിൻ്റെ യഥാർത്ഥ മുഅ്മിനാണ് നീ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ആശയം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ ഈ മനസ്സിനെ ഈ ഭൗതിക ലോകത്ത് കെട്ടിയിട്ടിട്ടില്ല. ഭൗതിക ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ ഞാൻ അകപ്പെട്ടു പോയിട്ടില്ല. എൻ്റെ മനസ്സ് സ്വതന്ത്രം. എൻ്റെ മനസ്സ് എൻ്റെ റബ്ബുമായുള്ള ബന്ധത്തിൽ സ്വതന്ത്രമാണ്. ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ ഞാൻ അകപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു നല്ല മുഅ്മിനാണ്. എന്നിട്ട് ഹാരിസ റളിയല്ലാഹു അൻഹു തുടർന്ന് പറഞ്ഞു, ഫഅസ്ഹറതു ലൈലി, അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ രാത്രി മുഴുവൻ റബ്ബിൻ്റെ ഓർമ്മയിൽ റബ്ബിൻ്റെ ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരു രാത്രി ഞാൻ ഉറക്കൊഴിച്ചിട്ടുണ്ട്. കാരണം ലൗകികമായ കെട്ടുപാടുകളിൽ നിന്നെല്ലാം സ്വതന്ത്രനായി റബ്ബിൻ്റെ ചിന്തയിൽ വിരാജിക്കുന്ന എനിക്ക് ഒരു രാത്രി മുഴുവൻ ആ ചിന്തയിൽ ഉറക്കൊഴിക്കാൻ ഒരു പ്രയാസവുമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ദിവസത്തെ കഴിച്ചു കൂട്ടിയത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വാദമാറ്റു നഹാരി, എൻ്റെ ഈ പകല് ഞാനിന്ന് പട്ടിണിയിലും ദാഹത്തിലുമാണെന്ന് വെച്ചാൽ ഞാനിന്ന് പകൽ നോമ്പിലുമാണ്. രാത്രി മുഴുവൻ ഇബാദത്തിലും പകൽ നോമ്പിലുമാണ്. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ അർശ് നേരിൽ കാണുന്നത് പോലുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് ഒരു മഹാനായ സഹാബി ഈ ലോകത്ത് നിന്നുകൊണ്ട് പറയാണ്. എൻ്റെ റബ്ബിൻ്റെ അർശ് ഞാൻ നേരിൽ കാണുന്നതിനുള്ള അനുഭവത്തിലാണ് ഞാനുള്ളത്. സ്വർഗത്തിലെ ആൾക്കാർ പരസ്പരം കണ്ട് സംസാരിച്ച് പരസ്പരം സന്ദർശിച്ച് അവർ ജീവിക്കുന്നത് ഞാനിപ്പോൾ കണ്ടനുഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നബിയെ. ഞാൻ അതുകൊണ്ട് ഇന്നൊരു നല്ല മുഅ്മിനാണ്. എൻ്റെ മനസ്സ് സമാധാനമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, എൻ്റെ മനസ്സ് സമാധാനപൂർണ്ണമാണ്. നമ്രൂദിന്റെ തീ എത്ര ഉയർന്ന് കത്തിയാലും എത്ര വലിയ ഊഷ്മാവിലത് കത്തിയാലും എന്തിനേക്ക് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികളെപ്പോലും അത് കരിച്ച് താഴേക്കിട്ടാലും അതിലേക്കാണ് എന്നെ എടുത്തെറിയാൻ പോകുന്നത് എന്ന കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി. എൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനം മാത്രമേ നടപ്പിലാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയാശങ്കകളുമില്ലാത്ത സമാധാനപൂർണമായ സ്വസ്ഥമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഞാനെന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അതേപോലുള്ളൊരു വചനം ഒരു സഹാബിയിൽ നിന്നും നാം കേൾക്കുകയാണ്. എൻ്റെ മനസ്സ് സമാധാനമാണ്, സ്വസ്ഥമാണ്. നരകത്തിൻ്റെ ആൾക്കാരുടെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ, സ്വർഗത്തിൽ ജീവിക്കുന്നവരുടെ സന്തോഷങ്ങൾ, അള്ളാഹുവിൻ്റെ അർശ്, ഇതെല്ലാം നേരിൽ കാണുന്നത് പോലെ അനുഭവിക്കുന്ന, പകല് മുഴുവൻ പട്ടിണിയും ആയി നോമ്പനുഷ്ഠിക്കുന്ന, രാത്രി മുഴുവൻ ഇബാദത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയായി മാറാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് ഞാനിന്ന് അസ്ബഹ്തു മുഅ്മിനൻ ഹഖ, ഞാനൊരു യഥാർത്ഥ സത്യവിശ്വാസിയാണ് നബിയെ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അനുയായി പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തെ നമ്മെ എല്ലാം പഠിപ്പിച്ച പാഠം. ഇതാണ്. പരീക്ഷണങ്ങൾ ഒരുപക്ഷെ പേമാരി പോലെ പെയ്തിറങ്ങും, അല്ലെങ്കിൽ തിരമാല പോലെ അലയടിച്ച് കയറും. അപ്പോൾ അവിടെയെല്ലാം മുത്മഇന്നൻ, ഹൃദയം കൊണ്ട് സമാധാനമടഞ്ഞ, എല്ലാത്തിനെയും റബ്ബിൻ്റെ തീരുമാനമെന്ന ഉത്തമ വിശ്വാസത്തിൽ നേരിടുന്ന ഒരു മനുഷ്യനാകാൻ കഴിയുക, അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് നൽകിയ പാഠം. മഹാനായ ഒരു പണ്ഡിതൻ എഴുതുന്നുണ്ട്, ഈ ലോക ജീവിതം ഒരു പരീക്ഷണ സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിയെ പരീക്ഷിച്ചത്. ചരിത്രം പഠിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം, സ്വർഗത്തിൽ തുടങ്ങിയ ജീവിതം,
ഈ ലോകത്തേക്ക് വന്നതിന് ശേഷം റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞ് പശ്ചാത്താപ വിവശനായി നടന്ന മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം പരീക്ഷണത്തിലായിപ്പോയത് ലോകം പരീക്ഷണത്തിൻ്റെ ഒരിടമായതുകൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടികളില്ലാത്തൊരു പരീക്ഷണം കടന്നുപോയി. അതിനുശേഷം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ ബലിയർപ്പിക്കാനുള്ള മറ്റൊരു പരീക്ഷണം. ഇങ്ങനെ പരീക്ഷണത്തിൻ്റെ മേൽ പരീക്ഷണമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പുരുഷായുസ് തീർത്തത് എന്തുകൊണ്ടാണ്? ഈ ലോകം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിൻ്റെ ഇടമായതുകൊണ്ടാണ്. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പുത്ര വിയോഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുത്രനെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ജീവിതം മുഴുവൻ കരഞ്ഞു തീർത്ത് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട അന്ധനായിപ്പോയത് എന്തുകൊണ്ടാണ്? പ്രവാചകന്മാർ പോലും ഇത്രയേറെ പരീക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ ലോകം ഒരു പരീക്ഷണത്തിൻ്റെ ഇടമായതുകൊണ്ടാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം അനുയായികളാൽ മറുഭാഗത്ത് ഫിർഔന്റെ ക്രൂരമായ പ്രവർത്തനങ്ങളാൽ വിവിധമായ പ്രവർത്തനങ്ങളിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ? മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും ചെറിയ പ്രായത്തിൽ കിണറ്റിലേക്കല്ലേ ചെന്ന് വീണത്? അവിടെ നിന്നും ഒരു അടിമ മാർക്കറ്റിലേക്കല്ലേ ചെന്നെത്തിയത്? അവിടെ നിന്നും ജയിലും കടന്നിട്ടല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം കടന്നുപോയത്? ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ സക്കരിയ നബിയെ പോലെ യഹ്യാ നബിയെ പോലെ ശത്രുക്കളുടെ വാളിനിരയായി പോയ പ്രവാചകന്മാരുടെ ചരിത്രമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യ ജീവിതത്തിലും എത്രത്തോളം ത്യാഗത്തിൻ്റെ, പരീക്ഷണത്തിൻ്റെ, പ്രയാസത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നു. തീർച്ചയായിട്ടും ഒരു മനുഷ്യ ജീവിതം പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് ഈ പ്രവാചകന്മാരുടെ പരീക്ഷണങ്ങൾ നമുക്ക് പകർന്നു നൽകിയത്. മറ്റൊരു മഹാനായ പണ്ഡിതൻ പറയുന്നുണ്ട്, ഈ ലോകത്ത് പ്രകൃതിയിൽ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഒന്നുകിൽ ചൂടായിരിക്കും, അല്ലെങ്കിൽ തണുപ്പായിരിക്കും. ഇതുവരെ നമ്മൾ ചൂടിൻ്റെ പ്രയാസത്തിലായിരുന്നു, ഇനി തണുപ്പിലേക്ക് കടക്കാൻ പോവാണ്. രണ്ടാലേതെങ്കിലും ഒന്ന് മാറി ഈ ലോകത്ത് അനുഭവിക്കണം നമ്മൾ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകം മറ്റ് രണ്ടവസ്ഥകളിലൂടെയുമാണ് കടന്നു പോവുക. ഒന്നുകിൽ സന്തോഷകരമായ ജീവിതമായിരിക്കും, അല്ലെങ്കിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതമായിരിക്കും. രണ്ടാലേതെങ്കിലും ഒന്നിലൂടെ അല്ലാതെ ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. രണ്ടു തരം കാലാവസ്ഥയെ മനുഷ്യൻ അനുഭവിക്കുന്നത് പോലെ രണ്ടു തരം ജീവിത പരിസരങ്ങളെ അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് കടന്നു പോകാൻ കഴിയില്ല എന്ന് മറ്റൊരു മഹാനായ പണ്ഡിതൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമാനമായ ധാരാളം വചനങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്ന അഇളമൽ ജസാഇ മാ അഇളമിൽ ബലാ. വലിയ പ്രതിഫലം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. റബ്ബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കണം, സ്വർഗം ലഭിക്കണം, സ്വർഗത്തിൽ റബ്ബിൻ്റെ ലിഖാഇ ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മാ അഇളമിൽ ബലാ, വലിയ പരീക്ഷണങ്ങളിലൂടെ. ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളെ നമ്മൾ എങ്ങനെ നേരിടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പരലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ തേടി വരിക എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കുകയാണ്. ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ, അല്ലാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അല്ലാഹു അവരെ പരീക്ഷിക്കും. ഓരോരോ പ്രയാസങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ആ പ്രയാസങ്ങളെ എങ്ങനെയാണ് ആ മനുഷ്യൻ അതിജയിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നത് അല്ലാഹു തആല നോക്കുകയാണ്. അതിനെ നല്ല നിലയിൽ സമീപിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തും പരലോകത്ത്. ഫമൻ റളിയ ഫലഹു റിള, ആരാണോ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നത്, ഫലഹു റിള, അങ്ങനെയാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമായി മാറി. സത്യത്തിൽ ഒരു സഹാബിയുടെ പേര് കേട്ടാൽ നമ്മൾ പറയുന്നത് എന്തെന്നാണ്? റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആയി മാറിയത് വളരെ കടുത്ത പരീക്ഷണങ്ങളുടെ നടുവിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. മക്കയിലെ അതിതീക്ഷ്ണമായ
ആ ഒരു കാലാവസ്ഥയിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു എത്രയേറെ പരീക്ഷണങ്ങൾക്ക് വിധേയനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണോ പരീക്ഷണങ്ങളെ തൃപ്തിയോടുകൂടി റബ്ബിന്റെ തീരുമാനമാണ് എന്ന തിരിച്ചറിവോടുകൂടി സ്വീകരിക്കുന്നത്, ഫലഹുരിദ, അവർക്കാണ് അള്ളാഹുവിന്റെ റിദ, അള്ളാഹിന്റെ തൃപ്തി കിട്ടുന്നത്. സഹാബാക്കള് പരീക്ഷണങ്ങളുടെ പാതയിലൂടെ കടന്നു വന്നവരാണ്. അവർ അള്ളാഹു തആലയുടെ പ്രത്യേകമായ കാരുണ്യത്തിന് അല്ലെങ്കിൽ തൃപ്തിക്ക് അർഹരായി മാറുകയും ചെയ്തു. വമൻ സഹത ഫഅലൈഹി സഖ്തു, ആരാണോ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനോട് ദേഷ്യവും പ്രയാസവും അല്ലെങ്കിൽ അസ്വസ്ഥതയും അക്ഷമയും ഒക്കെ പ്രകടിപ്പിക്കുന്നത്, അവർക്കാണ് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിരായ സമീപനങ്ങൾ ഉണ്ടാവുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, യബദ്ദു അഹ്ലുൽ ആഫിയ യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസത്തിൽ ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യർ ആഗ്രഹിച്ചു പോകും. പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ച് അതിനെല്ലാം ക്ഷമയോടുകൂടി അതിജീവിച്ചു വന്ന ജനങ്ങൾക്ക് പരലോകത്ത് ലഭിക്കുന്ന വലിയ സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു പോകും, നമുക്കും കുറച്ച് പ്രയാസങ്ങൾ ഈ ലോകത്തോട് കഴിഞ്ഞ ജീവിതത്തിൽ നമുക്കും കുറേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരോടൊപ്പം നമുക്കും എത്താമായിരുന്നല്ലോ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമാറ് വലിയ സൗഭാഗ്യങ്ങളിലേക്കാണ് ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചവർ എത്തിപ്പെടാൻ പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. ഒരാൾ ഇമാം ഷാഫിയോട് ചോദിച്ചു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടവസ്ഥകളിൽ ഏതാണ് നല്ലത്? സമാധാനമായി ജീവിക്കുന്നതാണോ അതല്ല പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമാണോ, ഏതാണ് നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രയാസങ്ങളിലൂടെ അല്ലാതെ എങ്ങനെയാണ് സമാധാനം പ്രാപിക്കാൻ കഴിയുക? ലോകത്ത് വന്ന ഏത് പ്രവാചകനാണ് സമാധാനത്തോടെ ജീവിച്ചത്? കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ, ദുരിതങ്ങളുടെ വഴിയിലൂടെയാണ് ജീവിച്ചത്. എല്ലാവരും പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന് അവസാനം അവരുടെ കയ്യിലേക്ക് വിജയം വന്നെത്തുകയുള്ളൂ. അല്ലാതെ എല്ലാ മേഖലകളിലും ആദ്യം മുതലേ വിജയം വരിച്ച് ഈ ലോകത്ത് ജീവിച്ചൊരു പ്രവാചകനെയും നിങ്ങൾക്ക് ചരിത്രം അന്വേഷിച്ചാൽ കാണാൻ കഴിയില്ല. എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതം പരീക്ഷണത്തിന്റെ പാതയിലൂടെയായിരുന്നു. ആ പരീക്ഷണങ്ങളെ മുഴുവൻ ക്ഷമയോടുകൂടി നേരിട്ടപ്പോൾ അവരവസാനം സമാധാനത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയത് വലിയ പ്രയാസങ്ങളുടെ ഒരു അവസ്ഥയിലാണ്. മദീനയിലെത്തിയതിനു ശേഷമോ അവിടെയും അനേകം പ്രയാസങ്ങൾ. മക്കയിൽ ചില പ്രയാസങ്ങളായിരുന്നെങ്കിൽ മദീനയിൽ പല കോലത്തിലുള്ള പ്രശ്നങ്ങൾ. അതിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടു. അവസാന കാലഘട്ടത്തിലാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ വാഗ്ദാനം സൂചിപ്പിക്കുന്ന വചനം വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭമാണ്. ഇങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ സമാധാനമായി ലോകത്ത് ജീവിച്ചു കളയാന്ന് വിചാരിക്കണ്ട. പ്രതിസന്ധികളെ അതിജീവിക്കുന്നിടത്താണ് സ്വസ്ഥമായ ഒരു ജീവിതം വരാണ്ടിരിക്കുന്നത് എന്ന് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ പനി പിടിച്ച് വിറയ്ക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ചെറിയൊരു പുതപ്പ് പുതച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുതപ്പിന്റെ പുറത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൊട്ടു നോക്കിയപ്പോൾ ആ പുതപ്പിൻ്റെയും മേലെ അറിയാൻ കഴിയുന്ന ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അശദ്ദ ഹുക്മക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എന്തൊരു പനിയാണ്, കടുത്ത പനിയുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന കദാലിക്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ അഥവാ പ്രവാചക സമൂഹം അങ്ങനെയാണ്. അവരുടെ ജീവിതം പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോവുക. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഫലങ്ങൾ വർദ്ധിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലെ പരീക്ഷണങ്ങൾ ആർക്കാണ് കൂടുതലുണ്ടാകുക? റസൂലുള്ളാഹി പറഞ്ഞു, പ്രവാചകന്മാർക്കാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെ അതിനേക്കാൾ അല്ലാഹുവിലേക്ക് അടുത്തടുത്ത ആൾക്കാരിലേക്ക് പരീക്ഷണങ്ങൾ കൂടുതലായി ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം.
അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ പറഞ്ഞ ഒരു വചനം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പരീക്ഷണങ്ങൾ എല്ലാത്തരം മനുഷ്യർക്കും ഈ ലോകത്തുണ്ടാകും. പക്ഷേ പരീക്ഷണങ്ങൾ നേരിടുന്നതിൽ മനുഷ്യർ രണ്ട് രീതിയിലാണ്. ഒരു വിഭാഗം ആൾക്കാർ സമാധാനത്തോടുകൂടി പരീക്ഷണങ്ങളെ നേരിടും. ഈ രണ്ട് വിഭാഗങ്ങളെയും തിരിച്ചറിയാനുള്ള മാർഗവും അത് തന്നെയാണ്. രണ്ട് തരത്തിലുള്ള മനുഷ്യരും പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. എല്ലാ തരത്തിലുള്ള മനുഷ്യരും പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ ചിലർ പരീക്ഷണത്തെ ക്ഷമയോടുകൂടി നേരിടും. അവരാണ് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുക പരീക്ഷണങ്ങളിലൂടെ. ചിലർ അക്ഷമയോടുകൂടി നേരിടും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് പരീക്ഷണങ്ങളെ മനുഷ്യൻ നേരിടുന്നത്. പരീക്ഷണം എല്ലാത്തരം മനുഷ്യർക്കും ഈ ലോകത്തുണ്ടാകും. പക്ഷെ അത് നേരിടുന്നതിൽ മനുഷ്യർ രണ്ട് തരമാണ്. അതിലൂടെയാണ് അവർ ആഖിറത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്കാണോ എത്തുന്നത് എന്നത് അവസാനം തീരുമാനമായി മാറുകയും ചെയ്യുക. സഹോദരങ്ങളെ, ജീവിതത്തിൽ പലതരത്തിലുള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അത് മഹാന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. അവിടെയെല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനമാണ് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി ഇത്മിനാനോട് സമാധാനത്തോടുള്ള മനസ്സോടുകൂടി അതിനെയൊക്കെ നേരിടും.